ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊന്ന് പാർക്കിൽ പോയിട്ട് വന്നല്ല. ഇച്ചുവിൻ്റെ കുറേ നാളത്തെ ആഗ്രഹം കേട്ടോ പാർക്കിൽ പോണേ. നമുക്കൊന്ന് പാർക്കിൽ പോയി വന്നാലോ? ഇച്ചു നമ്മളെവിടെ എത്തിയേ? വാട്ടർ പാർക്കിൽ നമ്മുടെ പാർക്കിൽ പോവാ. ഓക്കെ, നടക്ക്. അപ്പോൾ അതാ നമ്മൾ മമ്പാട് ഒഡായിക്കിലുള്ള റിവർലാൻഡ് എന്ന പാർക്കിലാണ് വന്നിരിക്കുന്നത്. ഒന്നുമില്ല കേട്ടോ, കുറേ നാളായിട്ട് മക്കൾ പറയുന്നത് പാർക്കിൽ പോകണം. ഏകദേശം ഒരു 1.5 വർഷത്തിനടുത്തായി എൻ്റെ ഇച്ചുമോന് പാർക്കിൽ പോകണം എന്ന് പറഞ്ഞ് വാശിരിക്കാൻ തുടങ്ങിയിട്ട്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇതുവരെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത് ആ ഒരൊറ്റ മൈൻഡിൽ പാർക്കിൽ പോകാമെന്നും പറഞ്ഞ് മക്കളെ ഉറക്കത്തിൽ നീപ്പിച്ചിട്ടാണ് കൊണ്ടുപോയത് കേട്ടോ. ഒന്നുമില്ല, ഒരുപാട് നാളായില്ല അവരിങ്ങനെ പറയുന്നതെന്ന് കരുതിയിട്ട് കൊണ്ടുപോയത്. പക്ഷെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അവർ ആ സന്തോഷം കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു എനിക്ക്. കാരണം അവർ അത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊന്നും അല്ലായിരുന്നു കളി, എൻ്റെ മക്കളെ കാണേണ്ടതായിരുന്നു. ഇത്രത്തോളം അവർ എൻജോയ് ചെയ്യുന്നതിന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ മക്കളെ ചടങ്ങിയിരുത്തുന്നത് നല്ലത്, ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകുന്നത് നല്ലതാണെന്നുള്ള കാര്യം എനിക്ക് എന്തായാലും മനസ്സിലായി. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് കൊണ്ടുപോകാമെന്നുള്ളൊരു തീരുമാനം ഞാൻ എന്തായാലും എടുത്തു. ചേട്ടനെ അനിയന് നല്ല കളിയായിട്ട് അവരെ സന്തോഷം കണ്ടിട്ട് എനിക്കെന്തോ ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. കാരണം നമ്മളെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു കാര്യം പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ തന്നെ ആവും ഏറെക്കുറെ സമയവും. പിന്നെ കുറച്ച് നേരം സൈക്കിൾ കളിക്കും, കുറച്ച് നേരം മുറ്റത്തിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ സമയം ടി വി ഫോണ് ഇങ്ങനെയുള്ളതിലാട്ടോ. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ മാക്സിമം ഫോൺ ഒഴിവാക്കിയിട്ട് ടി വി വെച്ച് കൊടുക്കാറുണ്ട്. അതും അധികം സമയമില്ല. പിന്നെ ഞാൻ കുറച്ച് ബുക്കും കളറും ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവരും. അവരെന്തേലും കാട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ട് അങ്ങനെ കൊണ്ടു കൊടുക്കും. അങ്ങനെ എൻഗേജിട്ടാക്കിക്കാൻ നോക്കലുണ്ട് ഞാനുള്ള സമയം അത്രയും. പിന്നെ മുറ്റത്ത് ഇറക്കി കളിക്കാൻ വേണ്ടി, സൈക്കിൾ ഓടിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യും. എന്നാലും നമുക്ക് കൂടുതൽ അവരെ ഹാപ്പി ആക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവരിന്ന് ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ടെന്ന് അവരെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒന്ന് ഇടയ്ക്ക് മക്കളെ ഇതുപോലെയൊക്കെ ഒന്ന് പുറത്തുകൊണ്ടാവട്ടെ. ഏറെക്കുറെ എല്ലാ പാരൻസും കൊണ്ടുപോകാറുണ്ടാവുമെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ നമ്മൾ കറണ്ട് ലൊക്കേഷൻ എന്നത് മമ്പാട് ഒഡായിക്കിൽ ബ്രിഡ്ജിന് അടുത്തായിട്ട് വരുന്ന റിവർലാൻഡാണ്. അപ്പം എൻട്രി ഫീസ് കുട്ടികൾക്ക് 10, അതെ, അതിന് മുതിർന്നവർക്ക് 20 വെച്ചിട്ട് കേട്ടോ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫീസ് വേണ്ട എന്നാണ്. പിന്നെ നമുക്ക് ആ പാർക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് 200 രൂപ കേട്ടോ ടിക്കറ്റ് ചാർജ്. പിന്നെ സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട്, അത് നമുക്ക് വേണ്ടത് മാത്രം എടുത്താൽ മതി. അപ്പം നമ്മൾ അമ്പുടൂന് ആ ഒരു ചെറിയൊരു പാർക്ക് ഏരിയൻ്റെയും പിന്നെ ട്രെയിനിൻ്റെയും മാത്രമേ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇച്ചുമോന് ഏകദേശം ഫുള്ള് കവർ ചെയ്യുന്നതായി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അവർ രണ്ടാളും ഒരുപാട് ഹാപ്പി ആയിട്ടോ. എന്താ പറയുക, അപ്പോൾ എന്തായാലും എൻ്റെ ഇച്ചുമോൻ ഒരുപാട് ഹാപ്പിയാണ്. അവനല്ലാണ്ട് അച്ചായി വന്നിട്ട് പോകാമെന്നും പറഞ്ഞ് കാത്തു വെച്ചിട്ട് അച്ചായി 2 വട്ടം വന്ന് പോയി. എന്നിട്ട് അവനെന്തായാലും പാർക്കിൽ പോകാനുള്ള യോഗം ഉണ്ടായില്ല. പിന്നെ ഇതാ നമ്മുടെ സുട്ടുമണി വലിയൊരു ടാസ്ക് ഏറ്റെടുത്തേക്കാണ്. അമ്പൂടൂർ ഇതെങ്ങനെ സംഭവം എന്നൊന്നും അറിയില്ല. പക്ഷെ ആൾ വലിഞ്ഞ് പിടിച്ച് കയറുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു മഴ പെയ്തിട്ടോ. അപ്പോൾ ഇങ്ങനെ സ്ലിപ്പ് ആവുന്നുണ്ട്. നല്ല നമ്മൾ പാർക്കിൽ വന്ന ദിവസം കൊള്ളാമല്ലേ, മഴയും ഇതൊക്കെ ആയിട്ട്. പക്ഷേ ഞാൻ ഓരോ കാരണം പറഞ്ഞ് ഒഴിഞ്ഞ് മാറണില്ല എന്ന്. ഇനി ഇപ്പോഴത്തൊന്നും ലീവ് കിട്ടൂല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മളിങ്ങനെ ആ ഒരൊറ്റതിൽ വന്നത്. നമ്മൾ അമ്പുടും ആദ്യം അതിലേ വലിഞ്ഞ് കയറി അതിലേ തന്നെ ഇറങ്ങാൻ നോക്കുക. കാരണം അവൻ അറിയില്ലല്ലോ അതെങ്ങനെയാണെന്നുള്ള കാര്യം. ഞാൻ ഇച്ചുവിനോട് പറഞ്ഞു, ഇച്ചുവിന് കുറച്ച് പേടിയുള്ള സാധനം ഇതാട്ടോ. അവനതിങ്ങനെ ഇളകുമ്പോൾ ഭയങ്കര പേടി. പിന്നെ ലാസ്റ്റ് എന്തായാലും നമ്മൾ അമ്പുടുക്കൂട്ട ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കുറേ നേരം അതിലങ്ങനെ കളിച്ചിട്ടോ. പിന്നെ അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ ഇതിലെ കൂടെ എങ്ങനെ നടക്കാന്നുള്ള കേട്ടോ. ഇതൊക്കെ നമ്മളെ കുട്ടികളെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ചെയ്യാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഗെയിമിങ് ആക്ടിവിറ്റി ആട്ടോ. കാരണം അതിങ്ങനെ ഓരോന്ന് നോക്കി മെല്ലെ നടന്നത് കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് ഇച്ചിരി പണിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മക്കൾക്ക് തവണ കുറച്ച് പണിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തു എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാട്ടോ. കണ്ടാലറിയാം അതിനകത്ത് വെള്ളമുണ്ട്. അവരെന്തായാലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ രണ്ടാമത് വിട്ടില്ല, ഒരൊറ്റ റൗണ്ടിൽ ഇങ്ങോട്ട് ഇറക്കി വിട്ടു. പിന്നെ ഏറെക്കുറെ എല്ലാ റൈഡിലും അവരെ കയറ്റിയിട്ടു. നമ്മളൊരു 2 മണിക്കൂർ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. മഴയുള്ളത് കൊണ്ട് ഞാൻ വിളിച്ചുകൊണ്ടെന്നല്ല, നമ്മൾ കുറച്ച് നേരം കൂടെ ഞാൻ അവിടെ എങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മളിവിടെ ഓപ്പണിംഗ് ടൈം വരുന്നത് 2 മണി മുതൽ 9 മണി വരെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ വരുന്നത്. പിന്നെ ബോട്ടിലൊക്കെ കളിച്ച് ഇച്ചുമോനെ എന്തായാലും പൂളിലേക്ക് ഇറക്കിയുള്ളൂ. അമ്പുടൂനെ ഞാൻ ഇറക്കില്ല. അമ്പുട ജസ്റ്റ് ഒന്ന് ഇറങ്ങി അതേപോലെ നമ്മളെടുത്ത്. പിന്നെ
നമ്മൾ പോയപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടാട്ടോ പോയത്. നമ്മൾ വെള്ളവും പിന്നെ ഫ്രൂട്ട്സ് ബേക്കറിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. കാരണം മക്കൾക്ക് വിശക്കുന്നറിയാം. അപ്പോൾ നമുക്ക് മാക്സിമം ഞങ്ങൾക്ക് ഏകദേശം ഒരു 300 രൂപേൻ്റെ അടുത്തായിട്ടുള്ളൂ. രണ്ടാളെയും കൂടെ പാർക്കിൻ്റെ ഉള്ളിൽ കയറി അവരെന്തായാലും അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു. അമ്പുടൂനെ ഇറക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അമ്പുടൂനെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇറക്കാതിരുന്നിട്ട് മക്കൾക്ക് മാത്രമുള്ള ഡ്രസ്സും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതുപോലൊരു ക്ലൈമറ്റ് കിട്ടണം അല്ലേ? എന്താല്ലേ നല്ല തണുത്ത പ്രകൃതി പുഴയിലേക്ക് നോക്കിയിരുന്നിട്ടുള്ള ഫുഡടി. അതിലും വലിയൊരു വൈബ് വേറെ ഉണ്ടോ? ഈ സമയത്തേക്ക് ഓർമ്മ വന്നത് ആ പുഴയ്ക്ക് നോക്കിയൊരു നല്ലൊരു ചായ കുടിക്കുന്ന കാര്യത്തിൽ ഓർമ്മ വന്നത്. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. വീഡിയോയിൽ എന്നെ കാണുക വെച്ചത് കുറവാട്ടോ. ഇന്നത്തെ വീഡിയോ ഞാൻ മക്കൾക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുന്നു. അവർക്ക് എന്തായാലും വരാൻ തീരെ ഉദ്ദേശമില്ല കേട്ടോ. പിന്നെയും ഇങ്ങനെ കളിക്കണം. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ടാണ് ഈ ട്രെയിനിൽ കയറിയത്. എല്ലാം കഴിഞ്ഞ് പോരാൻ നേരത്ത് ട്രെയിനിലും കയറി എന്നിട്ട് ടാറ്റ ബേബി പറഞ്ഞ് പോകുന്നതാട്ടോ. ട്രെയിനിൽ നമുക്കും വേണമെങ്കിൽ കയറാട്ടോ. ട്രെയിനും അതേമാതിരി വേറെയും കുറച്ച് സാധനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് സ്പീഡുള്ളതിലൊന്നും നമ്മളെ മക്കളെ കയറ്റിയിട്ടില്ല. അതാ നമ്മളെ അമ്പുടുകൂട്ട ഒരുപാട് ഹാപ്പി ആയിട്ട് അവൻ്റെ മുഖം കണ്ടാൽ എന്തായാലേ അവൻ ഒരുപാട് എൻജോയ് ചെയ്തു. ആൾ വീട്ടിലെത്തിയിട്ടും പാർക്കിൽ പോകണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും മക്കളെയും കൊണ്ടൊന്ന് പോകണം കേട്ടോ. ഞാൻ എന്തായാലും ഇനി ഇടയ്ക്കിടയ്ക്ക് പോകും. ലീവ് കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഒഡായിക്കൽ ബ്രിഡ്ജ്. ഏറെക്കുറെ ഇപ്പോൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് കുളിക്കാൻ എന്തിനൊക്കെ പുഴയിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം അടിപൊളിയാണ് അവിടെ പറഞ്ഞറിയുക. പക്ഷേ ഈ വീഡിയോയിൽ അതിൻ്റെ അത്ര ക്ലാരിറ്റി കിട്ടുന്നില്ല കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്നത് സാധാരണ ഒരു വ്യൂ കൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് എടുക്കാൻ പറ്റില്ല. മക്കളെന്തായാലും വരുന്ന ഉദ്ദേശമില്ല. പിന്നെ പോണ വഴിക്ക് രണ്ടാൾക്കും അവിൽ മിൽക്കും വാങ്ങിക്കൊടുത്ത് നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നമുക്ക് തന്ന പഴയ സ്പിരിറ്റ് ഇനി നിങ്ങളത് തരണം കേട്ടോ.